ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബ്രില്യൻ ക്രാക്കർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന PSCയുടെ പ്രിലിമിനറി എക്സാമിനെ മുൻനിർത്തി കറണ്ട് അഫയേഴ്സിലെ മുഴുവൻ മാർക്കും നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ആരംഭിച്ചിരുന്നു. ഇന്ന് മോക്ക് ടെസ്റ്റിൻ്റെ ഡേ 21 വീഡിയോ ആണ്. നിങ്ങളിതൊരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന പോലെ തന്നെ ഒരു പേപ്പറിലോ ബുക്കിലോ ഉത്തരങ്ങൾ ചെയ്ത് പരിശീലിക്കുക. അതുപോലെ തെറ്റുന്ന ചോദ്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നഴ്സുമാരുടെയും മിഡ്വൈഫ്മാരുടെയും അന്തർദേശീയ വർഷമായി ലോകാരോഗ്യ സംഘടന ആചരിച്ച വർഷമേത്? ആൻസർ 2020. 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ സംസ്ഥാനം? ആൻസർ ആന്ധ്രാപ്രദേശ്. ഏതൊക്കെയാണ്? വിശാഖപട്ടണം, കുർണൂൽ, അമരാവതി. ഇന്ത്യയിൽ നിർമ്മിച്ച ഇൻ്റർനെറ്റിലൂടെ നിയന്ത്രിക്കാനാകുന്ന ലോകത്തിലെ ആദ്യ റോബോട്ട്? ആൻസർ കോറോബോട്ട്. 2019 ശ്രീ ചിത്തിര തിരുനാൾ ദേശീയ പുരസ്കാരം നേടിയത്? ആൻസർ ഡോക്ടർ കെ ശിവൻ. 2020 പത്മശ്രീ നേടിയ മൂഴിക്കൽ പങ്കജാക്ഷി ഏത് മേഖലയിലെ കലാകാരിയാണ്? ആൻസർ നോക്കുവിദ്യ, പാവകളി. എത്രാമത് മരാമൺ കൺവെൻഷനാണ് 2020 നടന്നത്? ആൻസർ 125. JC ഡാനിയൽ പുരസ്കാരം നേടിയ എത്രാമത്തെ വനിതയാണ് ഷീല? ആൻസർ 2. മുഴുവൻ ജനങ്ങൾക്കും ഇൻ്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ചതിൻ്റെ ഭാഗമായി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി? ആൻസർ കെ ഫോൺ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവ സങ്കേതമായി തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രം? ആൻസർ പെഞ്ച്, മധ്യപ്രദേശ്. ഇൻസ്റ്റഗ്രാമിൽ 5 കോടി ഫോളോവേഴ്സ് തികച്ച ആദ്യ ഇന്ത്യക്കാരൻ? ആൻസർ വിരാട് കോഹ്ലി. ഭിന്നശേഷിക്കാർക്കായുള്ള ആദ്യ സർവകലാശാല തുടങ്ങുന്നത് എവിടെ? ആൻസർ തിരുവനന്തപുരം. 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കീഴടക്കിയ ഇന്ത്യൻ സേനാ വിഭാഗം? ആൻസർ ഇന്ത്യൻ വ്യോമസേന. ജീവിതം ഒരു പെൻഡുലം ആരുടെ ആത്മകഥ? ആൻസർ ശ്രീകുമാരൻ തമ്പി. കേരളത്തിൻ്റെ സ്വന്തം ലാപ്ടോപ്പ് സെർവർ പദ്ധതി? ആൻസർ കൊക്കോണിക്സ്. ഇന്ത്യയും ഏത് രാജ്യവും സംയുക്തമായി ബംഗ്ലാദേശിൽ നിർമ്മിക്കുന്ന ആണവ നിലയമാണ് റുപൂർ? ആൻസർ റഷ്യ. ഇന്ത്യയിൽ ആദ്യത്തെ ജസ്റ്റിസ് സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം? ആൻസർ ആന്ധ്രാപ്രദേശ്. ഇപ്പം ജസ്റ്റിസ് സിറ്റി നിലവിൽ വരുന്നത് അമരാവതിയിലാണ്. കേരള ലോകായുക്ത? ആൻസർ സിറിയക് ജോസഫ്. കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ? ആൻസർ CP സുധാകര പ്രസാദ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണർ? ആൻസർ ആന്റണി ഡൊമിനിക്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ? ആൻസർ വിൻസൻ M. പോൾ. കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ? ആൻസർ
വൈശാഖൻ. ലളിതകലാ അക്കാദമി ചെയർമാൻ ആൻസർ നേമം പുഷ്പരാജ്. സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ ആൻസർ KPAC ലളിത. കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ ആൻസർ MC ജോസഫൈൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. താങ്ക്